ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ്. രാവിലെ മക്കൾക്ക് കൊടുക്കുന്ന ലഞ്ചും സ്നാക്സും പിന്നെ രാവിലെ അവർക്ക് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടിയിട്ടുള്ളതാണ്. മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ഡേ എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ, വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ. പിന്നെ മറന്നു പോട്ടാ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ അതിരാവിലെ എന്നോട് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്. അതിനുശേഷം മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന അപ്പം ഞാനിന്ന് പല ബിസ്ക്കറ്റാണ് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ചായക്ക്. അത് ഞാൻ ഇടയ്ക്കല ഇതിൽ വീഡിയോയിൽ കാണിക്കലുണ്ട് കേട്ടോ. നമ്മളെ 90s കിഡ്സിനെല്ലാം അറിയാൻ പറ്റും. ആ ഒരു പല ബിസ്ക്കറ്റ് കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പം ഞാൻ അവരെ മദ്രസയിലേക്ക് കൊണ്ടാക്കുന്നതാണ്. ഇപ്പം മഴലുള്ളതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ചെറുതായിട്ട് വെള്ളലുണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലിയാ പോകുന്നത് കേട്ടോ. സ്ലിപ്പാവോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പം ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ സ്കൂളും മദ്രസെല്ലാം ലീവാണ്. ഒരുമിച്ചിട്ട് തന്നെയാണ് ഇപ്പം ലീവാകുന്നത്. ചില സമയത്ത് കോഴിക്കോട് ജില്ലയ്ക്ക് ഇല്ലാന്ന് കേൾക്കും, ചില സമയത്ത് കണ്ണൂർ ജില്ലയ്ക്ക് ഇല്ലാന്ന് കേൾക്കും. പിന്നെ പല സ്ഥലത്തും വെള്ളം കയറിയിട്ട് പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വെയിലായ വിചാരിക്കും ഒന്നും മഴ പെയ്യട്ടെ, മഴ പെയ്താലോ വല്ലാത്തൊരു മഴയായിരിക്കും, നിൽക്കുകയില്ല കേട്ടാ. ഓരോ സ്ഥലത്തും ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ അങ്ങനെ മഴയും ഒന്നുമില്ല. പിന്നെ ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പീടികയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 7:45 കേട്ടോ. അപ്പം ഞാൻ നേരെ ഇന്നലെ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇതിനെ കൊണ്ട് ഇഡ്ഡലി മാത്രമല്ല കേട്ടാ, ഉഴുന്ന് ദോശയും മസാല ദോശയും വെള്ളാപ്പവും എല്ലാം ഇതിനെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അരിയെല്ലാം അളക്കുന്ന ഇവിടെ നായി എന്നാണ് പറയുക. അത് 3 നായി പച്ചരിയും 3/4 നായി ഉഴുന്നുമാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. അരക്കുന്ന ടൈമിന് കുറച്ച് ചോറും കൂടി ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല മുരമുരാന്നുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തട്ട് ദോശയും എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കപ്പിൽ ഇളക്കുന്നതാണെങ്കിൽ 3 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നുമാണ് ഞാൻ ചേർക്കുന്നത്. മാവെല്ലാം കുതിർത്ത് വെക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, ചട്നി ഉണ്ട് ഇതിൻ്റെ. അപ്പം ഈ ഒരു ചട്നി സൂപ്പറാണ്, തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ ചട്നിയും ഞാൻ ഇതിൽ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് അതൊന്ന് സ്കിപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അതമ്മന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു തക്കാളി ചട്നി. അതിൻ്റെ ഇടയിൽ ചൂടാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചൂടാല കഴിക്കണം, എന്നാലും നല്ല ക്രിസ്പി ആയിട്ടും നല്ല ക്രഞ്ചി ആയിട്ടും കഴിക്കാൻ പറ്റുള്ളൂ. തണിഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചൂടാല കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ്. അതിൻ്റെ ഇടയിൽ എല്ലാവരും യൂണിഫോം എല്ലാം മാറ്റി റെഡി ആയിട്ട് സ്കൂൾ പോകാൻ നിൽക്കുന്നുണ്ട്. ഈ വരച്ചതെല്ലാം ഇവർ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഞാൻ ചെയ്തു വെച്ച പണിയാണ്. മോൾക്ക് ക്രിയേറ്റീവായിട്ട് ABCD ഇതുവരെ പഠിച്ചതെല്ലാം ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മനോട് ഇന്നലെ പറയുന്നുണ്ട്. അപ്പോൾ ഓനിക്ക് ടൈമില്ല, ഓനോട് മറന്നും പോയി. അപ്പം ഇന്ന് രാവിലെ ഞാൻ എങ്ങനെയെങ്കിലും മോൾക്ക് ചെയ്തു കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചാണ്. പിന്നെ ഒന്നും ഓർമ്മയില്ല, വരെ എന്താന്ന് പോലും ഇപ്പം മറന്നുപോയി. മുന്നേ എല്ലാം ചെയ്തിട്ടുണ്ടേനും. അപ്പം അവരെ സ്കൂളെല്ലാം കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഇനി ലഞ്ച് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അതിന് ടൈമില്ലാത്തതുകൊണ്ട് ലഞ്ച് ഞാൻ ഇപ്പം റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുക്കണം. സ്കൂൾ അധികം ദൂരമൊന്നും ഇല്ല. അപ്പം ലഞ്ച് മാത്രമല്ല സ്നാക്സും കൊടുക്കണം കേട്ടോ. ആദ്യം എല്ലാം ചെറിയ മോക്ക് 10:15 സ്കൂളുള്ളത്. ഇപ്പം ഇവരെ കൂടെ തന്നെ 9 മണിക്ക് തന്നെ സ്റ്റാർട്ടാവും. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു 9:10 ഒരു 9:15 അല്ലെ അതിൽ കൂടുതലെല്ലാം ആവും. കാരണം മദ്രസയും വിട്ടിട്ട് അവരെ കൊണ്ടുപോയി കൊടുക്കണ്ടേ, പിന്നെ ഫുഡും കഴിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചും സ്നാക്സും ഒരുമിച്ചിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ് കാണുന്നത്, വലിയൊരു അൺബോക്സിംഗ് ആണ്. ഞാൻ കുറേ ദിവസമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഡ്ഡലി ചെമ്പ് പഴയതാണ്, വരുമ്പോൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പുതിയൊരെണ്ണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ മോമോസ് എല്ലാം വെക്കുന്നത്, സ്റ്റീമർ തന്നെ കുറേ തരമുണ്ട്. അതുപോലെ ഇഡ്ഡലി ചെമ്പ് വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. വലുത് 2 ഉണ്ട്, ചെറുതും 2 ഉണ്ട്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം കുഞ്ഞു കുഞ്ഞ് ഇഡ്ഡലി ചൂടാൻ നമുക്ക് ഇഡ്ഡലി മാത്രമല്ല ഇടിയപ്പവും ഇടിമുട്ടയില്ലേ അതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളതും ഉള്ള ഒരു സാധനമാണ് ഈ ഒരു ഇഡ്ഡലി പാത്രം. ഞാൻ എല്ലാം ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കൽ. ഇഡ്ഡലി ആയാലും നൂൽപ്പിട്ട് ഇടിയപ്പം ആയാലും പിന്നെ മുട്ട കൊണ്ടുള്ള സ്നാക്ക് എല്ലാം ഞാൻ ഇതാണ് ഉപയോഗിക്കൽ. പ്രത്യേകിച്ചിട്ട് എനിക്കിത് കൗണ്ട് കൂടുതൽ വേണം, കാരണം മക്കൾക്ക് വേഗം വേഗം ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇതാകുമ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പം ഞാനിത് ഫസ്റ്റ് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കാണെങ്കിൽ ഒട്ടും ഇതിൽ വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ദോശ ചൂടുന്നാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന്
ഒന്ന് ലൂസാക്കിയിട്ടാണ് നമ്മൾ ദോശ ചുട്ടെടുക്കേണ്ടത്. കുറേ ലൂസാക്കണ്ട കേട്ടോ. ഇത് കുറച്ച് ദിവസമായി കിട്ടിയിട്ട് മടി കാരണം അവിടെ തന്നെ വെച്ചതാണ്. കാരണം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഡിലേ ആയി പോയതാണ്. ഇന്ന് ഇഡ്ഡലിയാന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ മക്കളെല്ലാം പിങ്ക് ഇഡ്ഡലി ഉണ്ടാക്കി തരണേന്ന് പറയുന്നുണ്ട്. ഇതിൽ മുന്നേ ഞാനൊരു ഷോർട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിങ്കും ഓറഞ്ചും ക്യാരറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പം ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇനിയും ഉണ്ടാക്കി തരണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ പിങ്ക് ദോശ മസാല ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേനും അതും ഒരിക്കൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഈ കളറ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഗേൾസിന് പിങ്ക് കളറെല്ലാം ഫ്രണ്ട്സെല്ലായിട്ട് ഷെയർ ചെയ്യെല്ലാം ഇവർക്ക് കളർഫുൾ എല്ലാം കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ. ദാ വെക്കുന്നതും കണ്ട് വേവുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതി. അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിള വന്നിട്ടാണ് ഞാൻ ഓരോ തട്ടും വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 തട്ട് നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും. പിന്നെ അത് അടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ കുഞ്ഞു ഇഡ്ഡലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ സ്നാക്ക് ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പിലാണ്. നേന്ത്രപ്പഴം ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് ഞാൻ മുറിച്ചിടുന്നുണ്ട്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കുരുകുനായിട്ട് മുറിച്ചിടില്ലേ അതുപോലെയാണ് മുറിച്ചിടുന്നത്. ഇത് ഇപ്പം ഞാൻ പെട്ടെന്ന് തോന്നിയതാണ്. പഴം വിളയിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഞാൻ ആദ്യം വാട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാട്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമില്ല. അപ്പം പിന്നെ ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇഡ്ഡലി കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അധിക നേരം നമ്മൾ ഇതിൽ വെക്കണമെന്നില്ല. കാരണം പിന്നെ ഒട്ടിപ്പോവും. ഞാനൊരു സ്പാച്ചിൽ എടുത്തിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. വേഗം കിട്ടും. സ്പൂണിനെക്കാട്ടും നല്ലത് ഇതുപോലത്തെ സിലിക്കോണിൻ്റെ സ്പാച്ചിലാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഞാനിത് റേറ്റ് കണ്ട് 920 പിന്നെ മാത്രമല്ല നമ്മളൊരു സ്റ്റീമർ മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്തുനിന്നെല്ലാം മേടിക്കുമ്പം എനിക്ക് ചെറിയൊരു സ്റ്റീമർ മേടിച്ചിട്ട് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടേനും. 950 ചെറുതിനായിട്ടുണ്ടേനും. പിന്നെ ഈ ഒരു ഇതുപോലത്തെ എല്ലാം വാങ്ങണമെങ്കിൽ വലിയൊരു എമൗണ്ട് ആവും. പിന്നെ കുഞ്ഞൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് വലിയൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഈ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അധിക നേരം വെക്കണമെന്നില്ല. എന്നിട്ട് ഞാൻ ചിരണ്ടി എടുത്തിട്ടുള്ള തേങ്ങ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ പഞ്ചസാരയില്ലേ ഷുഗർ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര തീരേനായിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. അത് മൊത്തം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അതൊന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് കുറച്ചൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഹസ്ബൻഡിനും മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പഴം വിളയിച്ചതെന്നാണ് നമ്മൾ പറയുക. ഇത് നമ്മുടെ മലബാർ കണ്ണൂർ സ്റ്റൈൽ പിയാപ്പിളാർക്കെല്ലാം രാവിലെ കൊടുക്കും കേട്ടോ ഈ ഒരു പഴം വിളയിച്ചത്. അങ്ങനെ നമ്മുടെ ലഞ്ചും സ്നാക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ടിഫിൻ ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിറച്ചിട്ടുമുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കുന്നില്ല. ഓരോന്ന് എന്താ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മളെ ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തി തേങ്ങാ ചട്നി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്നി. സാമ്പാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ സാമ്പാർ ഒരിക്കൽ വേണ്ട. അതുകൊണ്ട് എടുത്തിട്ട് കാര്യമില്ല. പിന്നെ സ്നാക്സും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പഴം വിളയിച്ചത് ഒരു കഴിച്ചോളും. ഒരിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് ഞാൻ 10 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു വേസ്റ്റ് ആക്കൂല. വലിയ ഇഡ്ഡലി ആണെങ്കിൽ 2-3 മാക്സിമം, അതിലപ്പുറം കഴിക്കൂല. പിന്നെ വേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരികയും ചെയ്യും. ഇതാകുമ്പം എന്തായാലും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കഴിച്ചോളും. പിങ്ക് ഇഡ്ഡലിയാണെങ്കിൽ പിന്നെ പറയുകയും ചെയ്യണ്ട കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇന്ന് പിങ്ക് ഇഡ്ഡലി കൊണ്ട് കൊടുക്കുകയും. അപ്പോൾ ഈ ഒരു എൻ്റെ മോർണിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓളുന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുമേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പീസുമായിട്ടും പുതിയ വ്ളോഗുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ മസ്സലാമ.